ഹരേ കൃഷ്ണ, സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. എൻ്റെ ജീവിതത്തിലും വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീ ഇത് ദിനവും ചൊല്ലിയാൽ നിൻ്റെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുമെന്നാണ് യുധിഷ്ഠിരനോട് ഭീഷ്മർ ഉപദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നു, നിൻ്റെ പിതൃക്കന്മാരോടും നിൻ്റെ പൂർവികരോടുമൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കടമയും ഇതുതന്നെയാണെന്നാണ് ഭീഷ്മർ അതിൽ പറയുന്നത്. അതുപോലെ വരുന്ന തലമുറയ്ക്കും പുണ്യം ലഭിക്കുവാനായി നീ ഇത് ചൊല്ലുക എന്നാണ് ഭീഷ്മർ യുധിഷ്ഠിരനോട് പറഞ്ഞത്. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവിശ്വസനീയമാണ്. കാരണം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇത്രയും ഒരു ഊർജം എന്നിലേക്ക് വന്ന് നിറയുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നാവുന്ന ഒരു കാര്യമാണ്. അത്രയ്ക്ക് പവർഫുള്ളാണ് വിഷ്ണു സഹസ്രനാമം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തുകയോ നമ്മൾ തൊഴാനൊക്കെ പോയി നിൽക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വ്യാപ്തി കൂടുതലായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതു കാര്യങ്ങളും ഒരു വിഘ്നവും കൂടാതെ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇത് തുടർച്ചയായിട്ട് ജപിക്കണം കേട്ടോ. എന്നും ജപിച്ചാലുള്ള ഫലമാണ് പറയുന്നത്. അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ ജപിക്കുന്നത് പോലെ അല്ല. അത് അങ്ങനെ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്തോളുക. എന്നാലും ദിവസവും ചൊല്ലാൻ സാധിക്കുന്നവർ ദിവസവും ചൊല്ലുക. അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് വളരെ വലുതാണ്. അത്രയ്ക്ക് പവർഫുള്ളാണ് ആ ഓരോ മന്ത്രവും. നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു പ്രയോറിറ്റി, ഒരു മുൻഗണന നമുക്ക് കൂടുതൽ കിട്ടാറുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോറിറ്റി എനിക്ക് കിട്ടാറുണ്ട്. ഞാനിത് ദിവസവും ചൊല്ലുന്നതാണ്, മുടങ്ങാതെ ചൊല്ലുന്നതാണ്. അങ്ങനെ ചൊല്ലുന്നത് കൊണ്ടായിരിക്കാം ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കാരണം ഇത് ചൊല്ലുന്നതിന് മുന്നേ എനിക്ക് ഈ ഒരു അനുഭവം അങ്ങനെ വന്നിട്ടില്ല. ഇത് ചൊല്ലിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിത്തരും. അത്രയ്ക്ക് നമ്മളെ ഒരു കെയറിങ്ങിലൂടെയാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം കൊണ്ടുവന്ന് തരിക, നമുക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ ഒന്നിലും ഒരു പ്രയാസപ്പെടുത്താതെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്കറിയാം. ഇത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന്. അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കമൻ്റായിട്ട് ഇടണേ. ആദ്യമൊക്കെ ചൊല്ലുമ്പോൾ തെറ്റുകൾ സംഭവിച്ചിരുന്നു. പക്ഷേ അത് ഞാൻ കാര്യമാക്കിയില്ല. കാരണം പൂന്താനത്തിന് ഒരു തെറ്റ് വന്നപ്പോൾ അത് മരപ്രഭു എന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു ഭാഗമുണ്ടല്ലോ. അപ്പോൾ ഞാൻ മരത്തിലുമുണ്ട്, അമരപ്രഭു മാത്രമല്ല ഞാൻ മരപ്രഭുവുമാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ഒരു ഭാഗമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. കാരണം നമ്മൾ എന്ത് തെറ്റ് നമ്മൾ അതിനകത്ത് നമുക്ക് ചൊല്ലുമ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞാലും നമ്മളെ തിരുത്താനും നമ്മുടെ ആ തെറ്റുകൾ ക്ഷമിക്കാനും നമ്മുടെ ഭഗവാൻ തയ്യാറാവുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട. ധൈര്യമായിട്ട് എന്ത് തെറ്റ് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് ചൊല്ലി പരിശീലിച്ചു തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നിങ്ങൾ തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ അത് കാണാൻ സാധിക്കും. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. സഹസ്രനാമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് 2 സഹസ്രനാമങ്ങളാണ്. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും. ഇത് രണ്ടും പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അതിനാൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊള്ളുക, ലളിതാ സഹസ്രനാമം ജപിച്ചുകൊള്ളുക. ഹരേ കൃഷ്ണ, സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.